ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു 2 ചെറിയ സവോള പൊടി പൊടിയായിട്ട് മുറിച്ചിട്ടുള്ളതാണ്. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അതിൻ്റെ ആ ഒരു ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 3/4 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് പൊടികളായിട്ടുള്ളത് ചേർക്കുന്നത്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഈ 2 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് പുളിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ തക്കാളി നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് വരട്ടെ. വെന്ത് ഉടഞ്ഞ് ആ തക്കാളിയുടെ കുത്തും കൂടി ഒന്ന് പോകുന്ന സമയത്ത് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കടല വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഈ മസാലയിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളത്തോടെ ഉള്ള കുറുമയല്ല. അപ്പോൾ നമ്മൾ ഇതിലുള്ള വെള്ളം വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം അങ്ങനെ തന്നെ ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കുക. അതിനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വെക്കുക കേട്ടോ. എന്താ പറയുക, മസാലയൊക്കെ കടലയിൽ പിടിച്ചോട്ടെ. അപ്പോൾ ഞാൻ അരപ്പിനായിട്ട് ഒരു 3/4 കപ്പ് നാളികേരം ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഇത്ര വന്ന ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇതൊന്നും ഒരുപാടാവരുത് കേട്ടോ. ഒരുപാടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിന്നാൽ കറി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വെളുത്തുള്ളിയൊന്നും അധികം ചേർക്കണ്ട. ഇനി ഒരു 1/4 ടീസ്പൂൺ സാധാരണ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ചേർക്കുകയാണ്. അരയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അരഞ്ഞു വന്നോളും. ഇനി നമുക്ക് ഏലക്ക, ഇതിപ്പോൾ ഞാൻ ഏലക്കപ്പൊടി ഉള്ളതുകൊണ്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ഏലക്ക ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊരു 1/4 to 1/2 സ്പൂണിൻ്റെ ഉള്ളിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ട് വെണ്ണ പോലെ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ കടലയിലൊക്കെ നല്ലോണം എന്താ പറയുക, എരിവും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നാളികേരത്തിന് ഒരു കുത്തുണ്ടാവുമല്ലോ, അത് പോണവരെ ഒന്ന് തിളച്ചോട്ടെ. ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതെല്ലാം കട്ടിയാക്കണം എന്നുണ്ടെങ്കിൽ കട്ടിയാക്കാം കേട്ടോ. ആ ഒരു രീതിയിലേക്ക് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും എരിവും ഒക്കെ നോക്കുക. ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കുറുമയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞങ്ങളിത് വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.